നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ ഉടമസ്ഥയിലുള്ളതും അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള ഒരു നവരത്ന കമ്പനിയായിട്ടുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് 70,000 80,000 മുകളിലൊക്കെ സാലറി ലഭിക്കും. അതുമാത്രമല്ല നിങ്ങൾക്ക് ഇതിലേക്ക് മറ്റ് ഒട്ടനവധി അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എങ്ങനെയാണ് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ ഇതിൻ്റെ PYQs കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ജസ്റ്റ് GeoCL വിജിലാൻഡ് എന്ന് ജസ്റ്റ് നിങ്ങൾ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അതോടൊപ്പം നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നേരെ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും ഈ 20/11/2024. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. അതായത് ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ തുടങ്ങിയിട്ടുള്ള വിവിധ ഡിസിപ്ലിൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ആദ്യം തന്നെ പറയാം, ഇതൊരിക്കലും പെർമനൻറ്റ് വേക്കൻസി ഇല്ല. ഈ ഫിക്സഡ് ആയിട്ടുള്ള അതായത് കോൺട്രാക്ട് അടിസ്ഥാനത്തിലുള്ള പോസ്റ്റാണ്. പക്ഷേ 5 വർഷത്തേക്കാണ് ഇനീഷ്യലി പോസ്റ്റ് ചെയ്യുന്നതെങ്കിലും അത് വീണ്ടും എക്സ്റ്റെൻഡ്, അത് 2 വർഷം പാട് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണെന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 7 വർഷം വരെ നമുക്ക് എന്താണ് ഒരു പെർമനൻറ്റ് പോസ്റ്റുകൾ അത്യാവശ്യം ഉയർന്ന സാലറിയിൽ നമുക്ക് വർക്ക് ചെയ്യാം. പിന്നെ ഇതിൽ നിന്നൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിവിധ സെക്ടറിൽ എന്താണ് നിങ്ങൾക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് വേക്കൻസീസ് ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലുള്ള പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇത് പോസ്റ്റ് കോഡാണ് കേട്ടോ വരിക. അത് പോസ്റ്റ് കോഡാണ് നോക്കാം. നിങ്ങൾക്ക് ഇത് പോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫിക്സഡ് ടേം ആണ്. അപ്പോൾ അതിൽ ഡിസിപ്ലിൻ ഏതൊക്കെയാണ് വേക്കൻസി ആണ്. ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്ക് BA or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് 48 വേക്കൻസി. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BA or BTech അല്ലെങ്കിൽ BSc കഴിഞ്ഞവർക്ക് 52 വേക്കൻസിൻ്റെ ക്വാളിഫിക്കേഷൻ അതാട്ടോ. ജസ്റ്റ് BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ ഈ പറയുന്ന BSc ബാച്ചിലർ ഓഫ് സയൻസ് എഞ്ചിനീയറിംഗ് നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ സയൻസിൽ 75 വേക്കൻസി, ഇലക്ട്രിക്കലിൽ 2 വേക്കൻസി. ഇത് ബാംഗ്ലൂരിലായിരിക്കും അതിൻ്റെ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. പിന്നെ നിങ്ങൾക്ക് അടുത്തത് ഇലക്ട്രോണിക്സിൽ 3, അങ്ങനെ ഓരോ പോസ്റ്റ് കോഡ് വ്യത്യാസം വരുന്നുണ്ട്. ഇതിൻ്റെ പ്ലേസ് ഓഫ് പോസ്റ്റിങ്ങും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കാണാം അംബ്ല നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇങ്ങനെ ഈ പറയുന്ന ജോധ്പൂർ ആണത് വരുന്നത്. പിന്നെ എനിക്ക് ഇലക്ട്രോണിക്സ് 24 വേക്കൻസി മുംബൈ ആണ്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണ് 10 വേക്കൻസി, ഡൽഹി ഇവിടെയൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇലക്ട്രോണിക്സ് 10 വേക്കൻസി, കമ്പ്യൂട്ടർ സയൻസ് 5 വേക്കൻസി. നിങ്ങൾക്ക് കാണാം ഗാസിയാബാദാണ്. ഓക്കെ, ഇതിൻ്റെ ജനറൽ 99 വേക്കൻസിയാണ് ജനറൽ കാൻഡിഡേറ്റ്സിന്. ദെൻ EWSന് 20 വേക്കൻസി, OBCക്ക് 61 വേക്കൻസി, SCക്ക് 32, STക്ക് 17 വേക്കൻസി. അപ്പോൾ നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. ഏജ് ക്രൈറ്റീരിയ ആണ് 1/11/2024 നിങ്ങൾക്ക് 28 വയസ്സ് കഴിയാൻ പാടില്ല. 28 മാക്സിമം ഏജ് ലിമിറ്റ്. OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെയും, ദെൻ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഏജ് കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ആണ്. 4 ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ഈ പറഞ്ഞിരിക്കുന്നതാണ് മെയിൻ ഡിസിപ്ലിൻ. ഇവിടെ കാണാം ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇലക്ട്രോണിക്സിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷനിലോ കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷനിലോ ഇതിൽ ഏതെങ്കിലും നിങ്ങൾ BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗോ നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇലക്ട്രോണിക്സ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. മെക്കാനിക്കലിലേക്ക് അപ്ലൈ ചെയ്യാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ മെക്കട്രോണിക്സോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റിലോ നിങ്ങൾക്ക് BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി കമ്പ്യൂട്ടർ സയൻസിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ അല്ലെങ്കിൽ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലോ ഡാറ്റാ സയൻസ് എഞ്ചിനീയറിംഗിലോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഞ്ചിനീയറിംഗ് ഇതിൽ ഏതെങ്കിലും BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ ഇലക്ട്രിക്കലേക്കുള്ള വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രിക്കലിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലോ BE or BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ മറ്റ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് മിനിമം ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ജസ്റ്റ് പാസ്സായാൽ മതി, പാസ് ക്ലാസ് മതി. മറ്റുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് മിനിമം ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ ഇതിൻ്റെ മെത്തേഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. ഓൺലൈൻ അപേക്ഷയുടെ ബേസിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. ആ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നടക്കുന്നത് ബാംഗ്ലൂരിലായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സാം വെന്യൂ എന്ന് പറയുന്നത് ബാംഗ്ലൂരായിരിക്കും, പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂയും ബാംഗ്ലൂരിൽ വെച്ചായിരിക്കും നടക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറയുന്ന ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെയും പെർഫോമൻസ് ബേസിലാണ് ഫൈനൽ സെലക്ഷൻ ഉണ്ടായിരിക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കാര്യങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. GeoCL വിജിലാൻഡ് ജസ്റ്റ് നിങ്ങളത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക കേട്ടോ പ്ലേ സ്റ്റോറിൽ നിന്ന്.
ഓക്കെ. പിന്നെ ഇതിൻ്റെ എക്സാമിൻ്റെ സ്കീം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 85 മാർക്കാണ് ഔട്ട് ഓഫ് വരുന്നത്. അതിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്. അതിൽ ഈ പറയുന്ന ലോജിക്കൽ റീസണിംഗ്, അനലിറ്റിക്കൽ കോംപ്രൻഷൻ എബിലിറ്റി, ബേസിക് ന്യൂമറസി തുടങ്ങിയിട്ടുള്ള ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ സ്കിൽ, ജനറൽ നോളജൊക്കെയാണ് അതിൽ കവർ ചെയ്യുന്നത്. ഇതിനടുത്ത് ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ നോളജ്, നിങ്ങളുടെ ഏതാണ് മെക്കാനിക്കലാണ്, ഇലക്ട്രോണിക്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. ഓക്കെ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അതിൻ്റെ ഒരു ഏകദേശ ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബറിൽ തന്നെ എക്സാം ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. പേ ആൻഡ് അലവൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേ സ്കെയിലിൽ കൂടെ കാണാൻ 40,000 1,40,000 വരുന്നത്. അതായത് നമുക്ക് അപ്രോക്സിമേറ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 70-80 മുകളിൽ നമുക്ക് സ്റ്റാർട്ടിങ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ പറയുന്ന DAയും HR അതായത് ഹൗസ് റെൻറ്റ് അലവൻസും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഉണ്ടായിരിക്കും. അപ്ലിക്കേഷൻ ഫീ ഉണ്ട് ഇതിലേക്ക്. ഈ ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 472 രൂപ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് അടയ്ക്കണം. SC ST PWD എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവർക്ക് യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട, അവർക്ക് ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിക്കാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ 10 10/12/2024. അപ്പോൾ ഡിസംബർ 10 ഉള്ളിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരിക. GFC ലെജുലാൻഡിൻ്റെ ഹോം പേജ് ആണത്. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി GFC ലെജുലാൻഡ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ലേറ്റസ്റ്റ് ജോബ്സിലും അതുപോലെ ഇവിടെ സെൻട്രൽ ഗവൺമെൻറ് ജോബ്സിലും ഒക്കെ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾ ഇപ്പം വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇത് താഴോട്ട് പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഏറ്റവും ലേറ്റസ്റ്റായി വരുന്ന മോളിൽ നിൽക്കും, ബാക്കിയുള്ള താഴോട്ട് പോയി ഇങ്ങനെ പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വ്യൂ മോറിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ പേജ് വൈസ് ആയിട്ട് നെക്സ്റ്റ് അടിച്ച് അങ്ങനെ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇവിടെ ഞാനിതാ BEL എഞ്ചിനീയർ റിക്രൂട്ട്മെൻറ്റ് 2024 അതിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ പേജിലേക്കാണ് നമ്മൾ വരുന്നത്. സ്ക്രോൾ ഡൗൺ ചെയ്യാത്ത താഴോട്ട് ഇങ്ങനെ. ഓക്കെ. ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കണ്ടിട്ട് കാണാം. നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പറയുന്ന ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ ആ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ബാംഗ്ലൂരിലേക്കുള്ളതൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഫിക്സഡ് ടേം ആയിട്ടുള്ള പോസ്റ്റിലാണെന്ന് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം 10 ഡിസംബർ ആണ്. ഓക്കെ. ഇനി ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഗൈഡ് ലൈൻസ് ഒക്കെ വേണമെങ്കിൽ ഇതിലൂടെ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ കാണണമെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ തരാം. ഇനി ഇവിടെ ഫ്രഷ് കാൻഡിഡേറ്റ്സ് നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഫ്രഷ് കാൻഡിഡേറ്റ്സ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ലോഗിൻ കാൻഡിഡേറ്റ്സ് എന്നുള്ള ഈ ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫ്രഷ് കാൻഡിഡേറ്റ്സ് ആദ്യം ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ പേരും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, അത് കാറ്റഗറി, ഇപ്പോൾ ഇതിൽ ഏത് ഡിസിപ്ലിൻ ആണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അതിൽ സെലക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് പോകേണ്ടത്. ഓക്കെ. അങ്ങനെ പോയിട്ട് സബ്മിറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും അപ്ലിക്കേഷൻ പ്രോസസ്സ് നമ്മൾ ഓരോരോ ഘട്ടങ്ങളായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓൺലൈനായിട്ട് ഫോം ഫിൽ ചെയ്യേണ്ട വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. കുറച്ചധികം കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ വാട്സപ്പ് ടീം, അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീമിനെ കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് ലിങ്ക് ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം, ടെലിഗ്രാം ചാനലിൻ്റെ അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം, നമ്മുടെ ആപ്പിൻ്റെ തന്നെ വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് അപ്ലിക്കേഷൻ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് SBI കളക്റ്റിലൂടെയാണ്. അതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അതിൽ ക്ലിക്ക് ചെയ്താൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ പേജിലേക്കാണ് വരാൻ കൂടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ പേയ്മെൻറ്റ് കാറ്റഗറി ഇവിടുന്ന് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ പേയ്മെൻറ്റ് കാറ്റഗറി ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്. റിക്രൂട്ട്മെൻറ്റ് FTE ഫോർ BG കോംപ്ലക്സ്, അത് ബാംഗ്ലൂർ കോംപ്ലക്സ് എന്നുള്ളതാണ് കേട്ടോ. അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഈ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് സെലക്ട് ചെയ്താൽ നമുക്കിവിടെ പേയ്മെൻ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കായി ഇവിടെ കാണാം 472 രൂപ എന്നുള്ളതൊക്കെ ഇവിടെ വരും കേട്ടോ. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൽ കൊടുത്താൽ നിങ്ങളുടെ കാറ്റഗറി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റെഫറൻസ് നമ്പറും റെസിപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുത്ത് വെക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുടെ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിക്കാം. ഓൺലൈനായിട്ട് ചെയ്ത് കാണിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയാം കേട്ടോ. ഓക്കെ. താങ്ക് യു.